നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പ്രചരണത്തിനായി പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. പട്ടണക്കാട് മിൽമ കാലിത്തീറ്റ ഫാക്ടറി കയറ്റിയിറക്കുക തൊഴിലാളികൾ പട്ടിണിയിലേക്ക്. ഫാക്ടറിക്ക് മുന്നിൽ പ്രതിഷേധവും ധർണയും. INTC സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു ജോർജ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കഞ്ഞിക്കുഴിയിൽ കുരിശടിക്ക് നേരെ ആക്രമണം. SL പുരം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ തെക്കേ കുരിശടിക്ക് നേരെ കഴിഞ്ഞ രാത്രിയിലാണ് ആക്രമണം നടന്നത്. പോലീസ് അന്വേഷണം തുടരുന്നു. കായംകുളം കരിയിലക്കുളങ്ങര കിറ്റ് സ്കൂളിൽ നടന്ന ഓണാട്ടുകര അക്ഷരോത്സവം ശ്രദ്ധേയമായി. മാധ്യമങ്ങളും അധികാരങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ നിരവധി പേർ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് മുന്നോടിയായി കുട്ടികൾക്ക് വേണ്ടി പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ஆனால் கடவுள் கொன்று உணவாய் தின்று மிருகம் மட்டும் வளர்கிறது. நாளை மிருகம் கொள்வாயா? மிருகம் என்ற எச்சம் கொண்டு மீண்டும் கடவுள் செய்வாயா? முதலில் இருந்து மனிதன் வென்றால் மனிதன் இறையாய் கணிப்பானா? மிருக ஜாதியில் பிறந்த மனிதா தேவ போதையில் கலப்பாயா? സന്തോത്സവരാകുണർന്നു ദേവ സംഗീതനാദമുയർന്നു. ഋതുവർണ്ണവ സന്തോത്സവരാകുണർന്നു ദേവ സംഗീതനാദമുയർന്നു. സ്വാഗതം 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 സ്വാഗതം. ലഹരി വസ്തുക്കൾ ജീവനും ജീവിതവും കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ യുവതലമുറയിൽ ജീവിതത്തിന്റെ വർണ്ണങ്ങൾ വിതറുവാൻ കലയെന്ന അത്ഭുതത്തിന് കഴിയും. ഓരോ മനസ്സുകളിലെയും ലഹരി കല മാത്രമാകട്ടെ, പ്രതീക്ഷകൾക്ക് ചിറകു വിടർത്താനും വിശാലമായ ആകാശം സൃഷ്ടിക്കാനും കലയുടെ കരങ്ങൾക്കാകും. ലഹരിയുടെ പിടിയിൽ നിന്ന് വരും തലമുറയെ രക്ഷിക്കാം. കലയാകട്ടെ നമ്മുടെ ലഹരി. 2024 നവംബർ 28 മുതൽ ആരംഭിക്കുന്ന ആലപ്പുഴ ജില്ലാ കലോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ കുട്ടികളുടെ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ആഞ്ഞിലിപ്പുഴ ഗവൺമെന്റ് UP സ്കൂൾ കുട്ടികളാണ് ഫ്ലാഷ് മോബ് പ്രകടനം നടത്തിയത്. പുതിയ കാലത്തിന്റെ മാറിവരുന്ന സാഹചര്യങ്ങൾ, ലഹരിയുടെ ഉപയോഗം കുട്ടികളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി കലയാണ് ലഹരി എന്ന സന്ദേശമാണ് കുട്ടികൾ ഇതിലൂടെ സമൂഹത്തിന് നൽകിയ സന്ദേശം. പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ മെഹ്റലി അമാൻ, അധ്യാപക സംഘടനാ നേതാക്കളായ I ഹുസൈൻ, മുജീബ് A, മുഹമ്മദ് സഫീർ, ഷൈജു മോൻ I, ബീന VR, വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ആലപ്പുഴ. പട്ടണക്കാട് മിൽമ കാലിത്തീറ്റ ഫാക്ടറിയിലെ കയറ്റിയിറക്കുക തൊഴിലാളികൾ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കമ്പനി അടച്ചുപൂട്ടാനുള്ള അധികാരികളുടെ നീക്കത്തിനെതിരെയായിരുന്നു സമരം. ജീവനക്കാർക്കുമെതിരായി മിൽമയിലെ തൊഴിലാളികൾ നടത്തി വരുന്ന ഉജ്ജ്വലമായ തുടർ സമരങ്ങളുടെ ഭാഗമായുള്ള പ്രതിഷേധ ധർണ ഇന്ന് രാവിലെ 11 മണിക്ക് മിൽമയുടെ കാലിത്തീറ്റ ഫാക്ടറി അടച്ചുപൂട്ടുവാനുള്ള അധികൃതരുടെ നീക്കത്തിനെതിരെയായിരുന്നു സംയുക്ത ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ബുധനാഴ്ച രാവിലെ 8:30 കമ്പനി പടിക്കൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് തുറവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CO ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് തുറവൂർ ജംഗ്ഷനിലെത്തി ഫാക്ടറി പടിക്കൽ അവസാനിപ്പിച്ചു.
പിന്നീട് കമ്പനിപ്പടിക്കൽ നടന്ന ധർണ INTUC സംസ്ഥാന പ്രസിഡന്റ് ബാബു ജോർജ് ഉദ്ഘാടനം ചെയ്തു. മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ നാം പരിഗണിക്കുന്ന മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ആ ജീവനക്കാരനെയും മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെയും സമൂഹത്തിൽ തന്നെ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഈ പട്ടണക്കാട് മിൽമ കാലിത്തീറ്റ ഫാക്ടറി കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഈ പ്രൊഡക്ഷന്റെ ഭാഗത്താൽ കൂപ്പുകുത്തി വരികയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മിൽമ മാനേജ്മെന്റ് എന്തുകൊണ്ടോ പ്ലാന്റിന്റെ ഈ തകർച്ചയിൽ അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ കാര്യമായ ഒരു ഗൗരവത്തോടു കൂടി ഈ പ്രശ്നത്തെ കാണുന്നില്ല എന്നത് അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. INTUC സംസ്ഥാന സെക്രട്ടറി അസീസ് പായ്ക്കാട്, ANTUC സെക്രട്ടറി പ്രകാശൻ, SRTUC സംസ്ഥാന സെക്രട്ടറി P ചന്ദ്രബോസ്, TUCI ജില്ലാ സെക്രട്ടറി KV ഉദയഭാനു, BMS സംസ്ഥാന സമിതി അംഗം C ഗോപകുമാർ, CPI മണ്ഡലം സെക്രട്ടറി PM അജിത് കുമാർ, BMS ജില്ലാ ജനറൽ സെക്രട്ടറി P യശോധൻ, തുറവൂർ ക്ഷീരസംഘം പ്രസിഡന്റ് CK സിദ്ധാർത്ഥൻ, തൊഴിലാളി പ്രതിനിധികളായ VP രാജേഷ്, VP വിഷ്ണു, PD വിനോദ്, ബിജു RP, രാകേഷ് അശോകൻ, KP രമേശ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ടൈം ന്യൂസ്, തുറവൂർ. ചേർത്തലയുടെ തനത് കാർഷിക ഉത്സവമായ കരപ്പുറം കാഴ്ചകൾ 20 മുതൽ 29 വരെയുള്ള തീയതികളിൽ നടക്കും. സംഘാടക സമിതി രൂപീകരണം നടന്നു. ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജ് ഗ്രൗണ്ടിൽ ഡിസംബർ 20 മുതൽ 28 വരെ നടക്കുന്ന കരപ്പുറം കാർഷിക കാഴ്ചകൾ സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർത്തല ടൗൺ ഹാളിൽ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നമുക്കതിനെ ഈ കരപ്പുറം കാർഷിക കാഴ്ചകളെ എത്തിക്കണമെന്നാണ് ആലോചിക്കുന്നത്. അതോടൊപ്പം കഴിഞ്ഞ വർഷം നമ്മൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമാണ് ഇതിന്റെ കലാപരിപാടികൾ അടക്കമുള്ളവയിൽ പങ്കാളികളാണ്. ഇത്തവണയും നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് കലാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കെല്ലാം ഉള്ള വേദികൾ ഇതോടനുബന്ധിച്ച് ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു സാംസ്കാരിക ഉത്സവം എന്ന തരത്തിൽ കൂടി നമുക്കതിനെ മാറ്റണം. ജോബ് ഫെയറുകൾ അടക്കമുള്ളവ സംഘടിപ്പിക്കാം എന്ന് പലരും ഇതിനോടൊപ്പം തന്നെ വിവിധ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മളോട് സമ്മതം അറിയിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഡിസംബർ മാസം 20 മുതൽ 29 വരെയുള്ള 10 ദിവസക്കാലം നീളുന്ന പരിപാടിയാക്കി നടത്തണമെന്നാണ് ഒരു നിർദ്ദേശമായി വെക്കാറുള്ളത്. കരപ്പുറം കാർഷിക കാഴ്ചകൾ ഒരിക്കലും നിലയ്ക്കാതെ മുന്നോട്ടു പോകാൻ കഴിയണമെന്ന് മന്ത്രി ഉദ്ഘാടന സമ്മേളനത്തിൽ പറഞ്ഞു. യോഗത്തിൽ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനൻ അധ്യക്ഷത വഹിച്ചു. ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ഷാജി, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മഹീന്ദ്രൻ, സ്വപ്ന ഷാബു, G ശശികല, ഓമന ബാനർജി, ബിൻസി എബ്രഹാം, കൃഷിവകുപ്പ് അഡീഷണൽ ഡയറക്ടർ സഞ്ജു സൂസൻ, സ്പൈസസ് ബോർഡ് ചെയർമാൻ രാജശേഖരൻ, ജില്ലാ കൃഷി ഓഫീസർ അമ്പിളി C തുടങ്ങിയവർ സംസാരിച്ചു. കരപ്പുറം കാർഷിക കാഴ്ചകളുടെ രക്ഷാധികാരിയായി മന്ത്രി P പ്രസാദ്, MP KC വേണുഗോപാൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, K പ്രസാദ്, G വേണുഗോപാൽ, R നാസർ, TJ ആഞ്ചലോസ്, CK ഷാജിമോഹൻ എന്നിവരെയും ചെയർമാനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VG മോഹനനെയും വൈസ് ചെയർമാൻമാരായി NS ശിവപ്രസാദ്, R മഹിളാമണി, TT ജിസ്മോൻ, NR ബാബുരാജ്, അഡ്വക്കേറ്റ് ജലജ ചന്ദ്രൻ, NB ഷിബു, VT ജോസഫ്, TP സതീശൻ എന്നിവരെയും ജനറൽ കൺവീനറായി C അമ്പിളിയെയും തെരഞ്ഞെടുത്തു. അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണം കാറിന് മുകളിൽ കോൺക്രീറ്റ് കട്ട വീണ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കഴിഞ്ഞ 24-നായിരുന്നു സംഭവം. അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ എരമ്പലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ മുകളിലേക്ക് വലിയ കോൺക്രീറ്റ് കട്ട വീണ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. 24-ന് രാത്രിയായിരുന്നു അപകടം. കാർ ഓടിച്ചിരുന്ന ഫ്രീലാൻഡ് ഫോട്ടോഗ്രാഫർ ചാരുമൂട താമരക്കുളം നീതു നിവാസിൽ നിതിൻ S കുമാർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. നിതിൻ എറണാകുളത്ത് നിന്നും താമരക്കുളത്തേക്ക് മടങ്ങുകയായിരുന്നു. എരമലൂർ ജംഗ്ഷനിലെത്തിയപ്പോൾ തൊട്ടു മുൻപിലുണ്ടായിരുന്ന കണ്ടെയ്നർ ലോറിയുടെ മുകൾ ഭാഗം ഉയരപാത നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ പാലത്തിൽ പ്ലാസ്റ്റിക് വലയിൽ ഉടക്കി കിടന്ന ഭീമൻ കോൺക്രീറ്റ് കട്ടയിൽ തട്ടി.
ഇടിയുടെ ആഘാതത്തിൽ പ്ലാസ്റ്റിക് വല കീറി കോൺക്രീറ്റ് കട്ട പിന്നാലെ വന്ന കാറിന്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ കാറിന്റെ പിൻഭാഗം തകർന്നിട്ടുണ്ട്. ഉടൻ തന്നെ ഉയരപാത നിർമ്മാണ കരാർ കമ്പനിയുടെ അധികൃതരുമായി ബന്ധപ്പെട്ടു. നഷ്ടപരിഹാരം നൽകാമെന്ന ഉറപ്പിൽ കാറുമായി വീട്ടിലേക്ക് പോയെന്നും എന്നാൽ പിന്നീട് ബന്ധപ്പെട്ടപ്പോൾ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറല്ലെന്ന് കമ്പനി അധികൃതർ അറിയിച്ചെന്നും നിതിൻ പറയുന്നു. കഞ്ഞിക്കുഴിയിൽ കുരിശടിക്ക് നേരെ സാമൂഹ്യവിരുദ്ധ ആക്രമണം. എസ് എൽ പുരം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ തെക്കേ കുരിശടിക്ക് നേരെയാണ് സാമൂഹ്യവിരുദ്ധ ആക്രമണം ഉണ്ടായത്. പോലീസ് അന്വേഷണം തുടരുന്നു. കഞ്ഞിക്കുഴിയിൽ കുരിശടിക്ക് നേരെ ആക്രമണം. എസ് എൽ പുരം സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ തെക്കേ കുരിശടിക്ക് നേരെയാണ് കഴിഞ്ഞ രാത്രി ആക്രമണം നടന്നത്. രൂപക്കൂടിന്റെ 2 വശങ്ങളിലെ ഗ്ലാസുകൾ തകർന്നിട്ടുണ്ട്. മുഹമ്മദ് സെന്റ് ജോർജ് ഫൊറോന പള്ളിയുടെ കീഴിലുള്ള ദേവാലയമാണ് ഇത്. കല്ലേറിൽ വിശുദ്ധ അന്തോണീസിന്റെ രൂപം മറിഞ്ഞു വീണ നിലയിലായിരുന്നു. നേർച്ചപ്പെട്ടി തുറക്കാൻ ശ്രമിച്ചിട്ടില്ല. തിങ്കളാഴ്ച രാത്രി 12 മണിയോടെയാണ് സംഭവമെന്ന് നാട്ടുകാർ പറയുന്നു. കല്ലെറിയലിന്റെ ശബ്ദം കേട്ട സമീപവാസികൾ ഓടിയെത്തിയപ്പോൾ അക്രമികൾ രക്ഷപ്പെടുകയായിരുന്നു. 2 പേർ ഓടിപ്പോകുന്നത് കണ്ടതായാണ് നാട്ടുകാർ പറയുന്നത്. പോലീസ് സംഭവസ്ഥലം സന്ദർശിച്ച കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കുരിശടി സന്ദർശിച്ചു. മലരിക്കുളം പോലീസ് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. ആലപ്പുഴയിൽ നിന്ന് വിരലടയാള വിദഗ്ധരും ഫോറൻസിക് ടീമും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കല്ലുകൾ രൂപക്കൂടുകൾക്കുള്ളിൽ കിടന്നിരുന്നു. മേഖലയിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. പി ചിത്തരഞ്ജൻ MLA യും കുരിശടി സന്ദർശിച്ചു. കായംകുളം കരിയിലക്കുളങ്ങര കിറ്റ് സ്കൂളിൽ നടന്ന ഓണാട്ടുകര അക്ഷരോത്സവം ശ്രദ്ധേയമായി. നിരവധി പേർ പങ്കെടുത്തു. ഓണാട്ടുകര അക്ഷരോത്സവത്തിന്റെ ഭാഗമായാണ് സെമിനാർ നടത്തിയത്. മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ C. ദാവൂദ് വിഷയം അവതരിപ്പിച്ചു. അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഒരു സംഗതിയെ റീഇൻഫോഴ്സ് ചെയ്യും. ഒരു റീഇൻഫോഴ്സിങ് ദ നറേറ്റീവ്സ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ആഖ്യാനങ്ങൾ, പലതരത്തിലുള്ള ചിന്താ പദ്ധതികൾ, ആശയരീതികൾ, മുൻവിധികൾ, ഇതെല്ലാം അതിനെ ഇങ്ങനെ ഉറപ്പിച്ചു നിർത്തുക, സിമന്റ് ചെയ്ത് നിർത്തുക, വീണ്ടും വീണ്ടും ആവർത്തിച്ചുറപ്പിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മാധ്യമ പ്രവർത്തന രീതികളാണ് വേണ്ടത്. മാധ്യമങ്ങളും അധികാരഘടനയുടെ ഭാഗമാകുമ്പോൾ അപകടം അധികരിക്കും. എല്ലാ അധികാര കേന്ദ്രങ്ങളും വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നതാകണമെന്നും ദാവൂദ് പറഞ്ഞു. മാധ്യമപ്രവർത്തകൻ U. ഷൈജു ചർച്ച നിയന്ത്രിച്ചു. IPH ജില്ലാ കോർഡിനേറ്റർ KS അഷ്റഫ്, വിദ്യാ കൗൺസിൽ സംസ്ഥാന ട്രഷറർ O. അബ്ദുള്ളക്കുട്ടി, അക്ഷരോത്സവം സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ O. ബഷീർ, ജനറൽ സെക്രട്ടറി VA ഷഹാൽ, ജനറൽ കൺവീനർ അഷ്റഫ് ക്വാളിറ്റി, പ്രിൻസിപ്പൽ ഡോക്ടർ MS സമീം, മാനേജർ H. സിയാദ, മുബീറസ് ഓടനാട് എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, കായംകുളം. കണിച്ചുകുളങ്ങര ജംഗ്ഷനിലുള്ള ആലപ്പുഴ കയർ ക്ലസ്റ്റർ വികസന സൊസൈറ്റി മന്ത്രി P. രാജീവ് സന്ദർശനം നടത്തി. വികസന മുരടിപ്പിൽ നട്ടം തിരിയുന്ന കയർ മേഖലയ്ക്ക് പുത്തൻ ഉണർവേകുന്ന പദ്ധതിയുമായാണ് സൊസൈറ്റി എത്തുന്നത്. ചകിരിക്കൊപ്പം കയറും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. വരുമാനക്കുറവ് മൂലം തൊഴിലാളികൾ മറ്റു തൊഴിലുകൾ തേടിയതാണ് കയർ ഉൽപ്പാദനത്തിൽ ഗണ്യമായ കുറവ് സൃഷ്ടിച്ചത്. പരമ്പരാഗതമായ കയർ റാഡിൽ ഒരു സ്ത്രീ തൊഴിലാളിക്ക് 10 കിലോ കയർ മാത്രമാണ് ദിവസം പിരിക്കാൻ കഴിയുക. എന്നാൽ സൊസൈറ്റിയിൽ പ്രവർത്തനം തുടങ്ങിയ കയർപിരി മെഷീനിൽ ഒരു സ്ത്രീ തൊഴിലാളിക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് 160 കിലോ കയറാണ്. കയർപിരി മെഷീൻ യൂണിറ്റുകൾ വ്യാപകമാക്കിയാൽ കയർ ഉൽപ്പാദനത്തിൽ കുതിച്ചുചാട്ടം സൃഷ്ടിക്കാനും തൊഴിലാളിക്ക് ഉയർന്ന വേതനം ലഭിക്കാനും വഴി തുറക്കുമെന്ന് സൊസൈറ്റി പ്രസിഡന്റ് സുധീർ പറഞ്ഞു. കണിച്ചുകുളങ്ങര ജംഗ്ഷനിലുള്ള ആലപ്പുഴ കയർ ക്ലസ്റ്റർ വികസന സൊസൈറ്റി സന്ദർശിച്ച മന്ത്രി P. രാജീവിനോടും കയർപിരി മെഷീന്റെ മെച്ചങ്ങൾ സംഘാടകർ വിശദീകരിച്ചു. സൊസൈറ്റി സ്ഥാപിച്ച കയർപിരി യൂണിറ്റ് വ്യവസായത്തിനാകെ മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. യന്ത്രവൽകൃത കയർപിരി യൂണിറ്റ് സന്ദർശിച്ച പ്രവർത്തനങ്ങൾ മന്ത്രി നോക്കിക്കാണുകയും സംഘാടകരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു. കയർപിരി യൂണിറ്റ് വികസിപ്പിക്കുന്നതിനും ക്ലസ്റ്റർ വികസന പദ്ധതിയുടെ ഭാഗമായി 125 കയർപിരി മെഷീനുകൾ സ്ഥാപിച്ചാൽ വലിയ രീതിയിലുള്ള കയർ ഉൽപ്പാദനം തുടങ്ങാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. സൊസൈറ്റി പ്രസിഡന്റ് സുധീറിന്റെ നേതൃത്വത്തിൽ മന്ത്രിയെ സ്വീകരിച്ചു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽകുമാർ, പ്രൊജക്ട് ഓഫീസർ അമ്പിളി, അസിസ്റ്റന്റ് രജിസ്ട്രാർ ജോൺ, NV തമ്പി, സനൽകുമാർ, ആശാ നായർ, സിന്ധു ഫ്രാൻസിസ്, അനുഷ അബ്ദുള്ള, സുജിത്, ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി കീഴടക്കിയ ചേർത്തല സെന്റ് മേരീസ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അഭിനന്ദിക്കാൻ കൃഷിമന്ത്രി P. പ്രസാദ് എത്തി. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി കീഴടക്കി ചേർത്തല സെന്റ് മേരീസ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി അഭിനന്ദിക്കാൻ ഓടിയെത്തി കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ്. ടാൻസാനിയയിലെ 5895 മീറ്റർ ഉയരമുള്ള കിളിമഞ്ചാരോ കൊടുമുടിയാണ് ചേർത്തല സെന്റ് മേരീസ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയും നഗരസഭ 33-ാം വാർഡിലെ ഞാറയ്ക്കൽ വേലി ഷൈൻ വർഗീസിൻ്റെയും പ്രീതിയുടെയും മകൾ അന്ന മേരി കീഴടക്കിയത്. അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഹിന്ദു എന്ന കണ്ടു പറയുന്നത്
രാവിലെ ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് പത്രം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അന്നേരം നോക്കാറില്ല ഒത്തിരി വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴി വേണ്ടി ഞാൻ പത്രം നോക്കുന്നു, ഫ്രണ്ട് വീട്ടിൽ കാണില്ല. അപ്പം ഞാൻ ആകെ കൊടിമുടി കീഴടക്കിയവരും മന്ത്രി പത്രങ്ങളിലൂടെയാണ് അറിയുന്നത്. മന്ത്രി അഭിനന്ദിക്കാൻ സ്കൂളിൽ എത്തിയതിനെ തുടർന്ന് പ്രത്യേക അസംബ്ലി വിളിച്ചു ചേർത്ത് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 അഭിനന്ദന യോഗം സംഘടിപ്പിച്ചത്. നിങ്ങളൊക്കെ ഞങ്ങളെക്കാട്ടിൽ എത്രയോ ഉയരത്തിലാണ് അറിവുകളുടെ കാര്യത്തിൽ നിൽക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ എനിക്ക് ഈ കൊച്ചു മിടിക്കോട് ഭയങ്കരമായ സ്നേഹവും ബഹുമാനവും തോന്നി. അവൾ പറയുകയാണ്, ഞാൻ വായിച്ചിട്ട് കിട്ടിയ അറിവാണ് എനിക്ക് ഇതിനെക്കുറിച്ച്. അപ്പോൾ അവൾ വായന ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കിയില്ലേ. വായിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ വായനയിൽ നിന്നാണ് അതിലേക്ക് എത്തിയത്. ഞാൻ ചോദിച്ചു, എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും കാണോ? അപ്പൊ അമ്മയ്ക്കൊക്കെ ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഹിമാലയം കയറാനൊക്കെ പോകുമ്പോൾ അമ്മയ്ക്കൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അമ്മയ്ക്കൊന്നും പേടിയൊന്നുമില്ല. കിളിമഞ്ചാരോ കയറാൻ പോകുമ്പോൾ അമ്മയ്ക്കൊന്നും ഒരു പേടിയുമില്ല. കിളിമഞ്ചാരോ കയറിയിട്ട് അന്നാമേരി നിർത്തുന്നു എന്നാലും കരുതുന്നുണ്ടോ? അന്നാമേരി ഇനിയും കണക്കൂട്ടിച്ചിരിക്കണം. ഇനി 6 രാജ്യങ്ങളെങ്ങാണ്ട് ഇനി പോകാനുണ്ട് അല്ലേ? നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ. ഞാൻ അതൊക്കെ കേട്ടു. പിന്നെ കുഴപ്പമില്ലാതെ തോന്നിയപ്പോഴാണ് പറഞ്ഞത് അന്റാർട്ടിക്കയിൽ പോകുന്നു എന്ന് പറഞ്ഞു. അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസെന്റ്, അത് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസെന്റ് കയറാൻ പോവുകയാണ് അടുത്ത പദ്ധതി മനസ്സിലിട്ടിരിക്കുന്നത്. ഇതെല്ലാം വരുന്ന കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഇതെല്ലാം കയറും. ഹിമാലയം ഉൾപ്പെടെയുള്ള കൊടുമുടികൾ അന്നാമേരി കയറിയിട്ടുണ്ട്. അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസെന്റ് കയറുവാനുള്ള ശ്രമത്തിലാണ്. സമ്മേളനത്തിൽ പ്രധാന അധ്യാപകൻ ഷാജി ജോസഫ്, അധ്യാപകരായ എൽസി ചെറിയാൻ, ടെസി ജോർജ് തുടങ്ങിയവരും സംസാരിച്ചു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ശ്രീനാരായണ ദർശന ഗ്രാമം ഉദ്ഘാടനം നടന്നു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഗുരുധർമ്മ പ്രചരണ സഭയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണീയ ദർശനഗ്രാമം സംഘടിപ്പിച്ചു. ഗുരുധർമ്മ പ്രചരണ സഭയുടെ ദേശീയ സെക്രട്ടറി അസംഗാനന്ദഗിരി സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. ഒരു നൂറ്റാണ്ടിനപ്പുറം നിന്നുകൊണ്ട് ഈ ഭാവി ലോകത്തെ നോക്കിക്കാണുവാനും ഈ ഭാവി ലോകത്തിനനുസരിച്ച് പുതിയ തലമുറ എങ്ങനെ ജീവിക്കണം എന്ന് ദീർഘദർശനം ചെയ്തുകൊണ്ടാണ് ഗുരു അവിടുത്തെ ദർശനത്തെ അവതരിപ്പിച്ചത്. ഒരു നൂറ്റാണ്ടിന് മുൻപാണ് ഗുരുവിന്റെ ജീവിത കാലഘട്ടം എങ്കിലും ഗുരുവിന്റെ ദർശനത്തെ പഠിച്ചു മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാകും ഇത് ഈ നൂറ്റാണ്ടിന്റെ ദർശനമല്ല, വരാൻ പോകുന്ന യുഗത്തിന്റെ മഹത്തായ ദർശനമാണ് ശ്രീനാരായണ ഗുരുദേവ ദർശനം. കാരണം 100 വർഷം മുൻപ് കേരളത്തിന്റെ പല ഭാഗങ്ങളും നിബിഡ വനങ്ങളായിരുന്ന സമയത്ത് മനുഷ്യരുടെ ജനസംഖ്യയുടെ എത്രയോ ഇരട്ടി കേരളത്തിൽ വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്ന സമയത്താണ് ഒരു ഉപദേശം നൽകുന്നത്. മരങ്ങൾ നട്ടുപിടിപ്പിക്കണം, തണലുമായി പഴവുമായി. അപ്പോൾ ധാരാളം മരങ്ങളുണ്ട്. മരങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ട ആവശ്യകതയില്ല. മനുഷ്യർക്ക് കാലം എത്രയോ ഇരട്ടി വൃക്ഷങ്ങളാണ്, ധാരാളം ഓക്സിജൻ ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ഉപദേശിച്ചത് മരങ്ങൾ നട്ടുപിടിപ്പിക്കണം എന്ന്? ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഉപദേശമല്ലായിരുന്നു. പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഒരു 100 വർഷം അല്ലെങ്കിൽ 50 വർഷം കഴിഞ്ഞപ്പോഴാണ് ആ ഉപദേശത്തിന് പ്രസക്തി വന്നത്. മരങ്ങൾ നട്ടുപിടിപ്പിക്കണം, മരങ്ങൾ വെട്ടി വീഴ്ത്തുന്നു, വനങ്ങൾ നശിപ്പിക്കുന്നു, പ്രകൃതിയെ കാർന്നു തിരുന്ന ഒരവസ്ഥാവിശേഷത്തിൽ പുതിയ യുഗത്തിന് ഈ ഉപദേശം തീർത്തും ആശാവഹമായി തീർന്നു. GDPS ജില്ലാ പ്രസിഡന്റ് പ്രസന്നകുമാർ അധ്യക്ഷത വഹിച്ചു. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലത MS, SNDP 689 ബ്രാഞ്ച് സെക്രട്ടറി സൈജു, GDPS കേന്ദ്ര സമിതി അംഗം ചന്ദ്രൻ പുളിങ്കുന്ന, GDPS കേന്ദ്ര സമിതി അംഗം സതീശൻ അത്തിക്കാട്, GDPS ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പുട്ടം സുരേഷ് എന്നിവർ സംസാരിച്ചു. പത്തനംതിട്ട ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മഹാരഥന്മാരുടെ പുസ്തകങ്ങൾ വിതരണം ചെയ്തു. പുതുതലമുറയിൽ വായനയും മാനുഷിക മൂല്യങ്ങളും പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി ലയൺസ് ക്ലബ്ബ് പത്തനംതിട്ട എമിറേറ്റ്സ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ +1 വിദ്യാർത്ഥികൾക്കും മഹാത്മാഗാന്ധി, മദർ തെരേസ, ഡോക്ടർ BR അംബേദ്കർ എന്നീ മഹാരഥരുടെ മൂല്യാധിഷ്ഠിത പുസ്തകങ്ങൾ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ്
സതീശൻ അധ്യക്ഷനായി. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഗവർണർ ആർ വെങ്കടാചലം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ഇപ്രാവശ്യം ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രധാന പ്രോജക്റ്റ് എന്ന് പറയുന്നത് സേ നോ ടു ഡ്രഗ്. കുട്ടികളെ ഡ്രഗിന് എഗൻസ്റ്റ് ആയിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ള ഒരു ആശയത്തിലൂടെയാണ് ഊന്നിയാണ് പ്രവർത്തിക്കുന്നത്. അതിനായി നേരെ സേ നോ ടു ഡ്രഗ് എന്ന് പറയുന്നതുകൊണ്ട് പ്രയോജനം കിട്ടില്ല. ബട്ട് അവരുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിയെടുക്കുവാനായിട്ട് ധാരാളം ഒരു ക്വിസ് പ്രോഗ്രാം നടത്തുന്നുണ്ട്, ഒരു ചെസ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്കായിട്ട് ഏതാണ്ട് 300ഓളം സൈക്കിളുകൾ സ്കൂൾ ഗോയിങ് ഗേൾസിന് കൊടുത്തു കഴിഞ്ഞു. സ്കൂൾ ലൈബ്രറികൾക്ക് ബുക്സ്, അതിലും ഉപരി സ്കൂൾ കുട്ടികൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇന്നിവിടെ പുസ്തകം നൽകുകയാണ്. നമുക്കറിയാം, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലൊക്കെയും ഡ്രഗ് മാഫിയ വല്ലാതെ പിടിമുറുക്കിയിട്ടുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡ്രഗ് യൂസ്, സ്റ്റാമ്പ് യൂസിനായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. 11ലും 12ലും പഠിക്കുന്ന നിങ്ങളുടെ പ്രായമുള്ള പെൺകുട്ടികളുടെ ഫോൺ നമ്പറുകൾ ഡ്രഗ് ഡീലേഴ്സിന്റെ ഡയറിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരും ഉള്ളതായിട്ട് ഞാൻ പറയുന്നില്ല, ആരും ഉണ്ടാവാതിരിക്കണം. അതിനുവേണ്ടിയിട്ട് ദൃഢനിശ്ചയമെടുക്കണം. പ്രിൻസിപ്പൽ ഹരികുമാർ സ്വാഗതം പറഞ്ഞു. ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷർലി ഭാർഗവൻ മുഖ്യ അതിഥിയായി. ലയൺസ് ക്ലബ്ബ് പത്തനംതിട്ട എമിറേറ്റ്സ് പ്രസിഡന്റ് ജോർജ് കോശി വിളനിലം, വാർഡ് കൗൺസിലർ അജി, പ്രഥമ അധ്യാപിക ബിന്ദു, PTA വൈസ് പ്രസിഡന്റ് ജിൻസി, SMC ചെയർമാൻ മുരുകൻ, സ്റ്റാഫ് സെക്രട്ടറി കവിത, സാബു ശ്രീധർ തുടങ്ങിയവർ സംസാരിച്ചു. സീനിയർ അസിസ്റ്റന്റ് സോണ ജോൺ നന്ദി പറഞ്ഞു. ടൈനൂസ് ചേർത്തല. ചേർത്തല സെന്റ് മേരീസ് സ്കൂളിൽ ഫെഡറൽ ബാങ്കിന്റെ സഹകരണത്തോടെ നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടന കർമ്മം നടന്നു. ചേർത്തല സെന്റ് മേരീസ് സ്കൂളിൽ പെൺകുട്ടികളിലെ ടെക്നോളജി എംപവർമെന്റ് എന്ന ലക്ഷ്യത്തോടെ ഫെഡറൽ ബാങ്ക് CSR ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു. കമ്പ്യൂട്ടർ ലാബിലേക്ക് 15ഓളം സിസ്റ്റങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നൽകിയ ചടങ്ങ് ഫെഡറൽ ബാങ്ക് മാനേജർ വിപിൻ P. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇൻഫർമേഷൻ ടെക്നോളജിയിലെ പെൺ സാന്നിധ്യം രാജ്യത്തിന് മുതൽക്കൂട്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ ആൻഡോ ചെറാംതുരുത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഈ ഫെഡറൽ ബാങ്കായിട്ട് നമുക്ക് പ്രത്യേകിച്ച് മുട്ടംപള്ളിക്ക് എത്രയോ വർഷങ്ങളായിട്ടുള്ള ബന്ധം ഈ ഫെഡറൽ ബാങ്കായിട്ടുണ്ട്. അത് ഈ പള്ളിയിൽ നിന്നല്ല, എനിക്ക് തോന്നുന്നു എറണാകുളം അതിരൂപതയിലെ ഒട്ടുമിക്ക പള്ളികളിലും ഫെഡറൽ ബാങ്കുമായിട്ടാണ് ഞങ്ങൾ നെറ്റ്വർക്ക് ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ പള്ളിയുമായിട്ട് നമ്മുടെ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നിടത്തൊക്കെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമല്ല പല കാര്യങ്ങൾക്കും ഇതിനു മുമ്പും ഫെഡറൽ ബാങ്ക് നമുക്ക് ഇതുപോലെ സഹായങ്ങൾ തന്നിട്ടുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അതുകൊണ്ട് 15 കമ്പ്യൂട്ടറാണ് ഇപ്പോൾ അവർ നമുക്ക് നൽകിയിരിക്കുന്നത്. അത് വലിയ മഹത്തായ ഒരു കാര്യമാണ്. കാരണം ഇതുപോലെ വേറെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ അയൽവക്കത്ത്, അവർക്ക് പല സ്ഥാപനങ്ങളുമായിട്ടൊക്കെ ബന്ധമുള്ളതുകൊണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ബ്രാഞ്ച് മാനേജർ ജിഷ്ണു KR, ക്രെഡിറ്റ് ഡിസ്ട്രിക്ട് ട്രെയിനർ സജിത് N, PTA പ്രസിഡന്റ് ശിവപ്രസാദ്, സ്റ്റാഫ് സെക്രട്ടറി LC ചെറിയാൻ എന്നിവർ സംസാരിച്ചു. ഹെഡ് മാസ്റ്റർ ഷാജി ജോസഫ് സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് ടെസി ജോർജ് നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പ്രചരണത്തിനായി പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. പട്ടണക്കാട് മിൽമ കാലിത്തീറ്റ ഫാക്ടറി കയറ്റിയിറക്ക് തൊഴിലാളികൾ പട്ടിണിയിലേക്ക്. ഫാക്ടറിക്ക് മുന്നിൽ പ്രതിഷേധവും ധർണയും. INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു ജോർജ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കഞ്ഞിക്കുഴിയിൽ കുരിശടിക്ക് നേരെ ആക്രമണം. SL പുരം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ തെക്കേ കുരിശടിക്ക് നേരെ കഴിഞ്ഞ രാത്രിയിലാണ് ആക്രമണം നടന്നത്. പോലീസ് അന്വേഷണം തുടരുന്നു. കായംകുളം കരിയിലക്കുളങ്ങര കിറ്റ് സ്കൂളിൽ നടന്ന ഓണാട്ടുകര അക്ഷരോത്സവം ശ്രദ്ധേയമായി. മാധ്യമങ്ങളും അധികാരങ്ങളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ നിരവധി പേർ പങ്കെടുത്തു. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.